ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. 2025 ലോഗോസ് ക്യൂസിൻ്റെ സംസ്ഥാനതല പരീക്ഷയ്ക്കായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ. സംസ്ഥാനതല പരീക്ഷയ്ക്കായി തയ്യാറെടുക്കുന്ന എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം: നിങ്ങൾ എന്നെ വെറുക്കുകയും എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ നിന്ന് അടിച്ചിറക്കുകയും ചെയ്തില്ലേ? ജെഫ്ത ആരോടാണ് ഇപ്രകാരം ചോദിച്ചത്? ഗിലെയാദിലെ ശ്രേഷ്ഠന്മാരോട്. ഗിലെയാദുകാരനായ ജെഫ്തായുടെ പുത്രിയെ ഓർത്ത് ആരാണ് വർഷം തോറും 4 ദിവസം കരയാൻ പോകുക പതിവായി തീർന്നത്? ഇസ്രായേൽ പുത്രിമാർ. മനോവയുടെ ഭാര്യയ്ക്ക് കർത്താവിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ട്, നീ ഗർഭം ധരിച്ച് പ്രസവിക്കുന്ന പുത്രൻ ആരുടെ കയ്യിൽ നിന്ന് ഇസ്രായേലിനെ വിടുവിക്കാൻ ആരംഭിക്കും എന്നാണ് പറഞ്ഞത്? ഫിലിസ്തീയരുടെ. സാംസന്റെ മാതാപിതാക്കൾ സാംസനോട്, എവിടെ സ്ത്രീകളില്ലാഞ്ഞിട്ടാണോ നീ അപരിച്ഛേദിതരായ ഫിലിസ്തീയരുടെ ഇടയിൽ ഭാര്യയെ അന്വേഷിക്കുന്നത് എന്നാണ് പറഞ്ഞത്? നിന്റെ ബന്ധുക്കളിലോ നമ്മുടെ ജനത്തിലോ? ഫിലിസ്തീയ ഭാര്യയെ അവളുടെ പിതാവ് സാംസന്റെ കൂട്ടുകാരന് ഭാര്യയായി കൊടുത്തതറിഞ്ഞ സാംസൺ കുറുനരികളെ പന്തങ്ങൾ വച്ചുകെട്ടി ഫിലിസ്തീയരുടെ ധാന്യവിളയിലേക്ക് വിട്ടപ്പോൾ സംഭവിച്ചതെന്ത്? വയലിൽ നിൽക്കുന്ന വിളയും കൊയ്ത കറ്റയും ഒലിവ് തോട്ടങ്ങളും കത്തിച്ചാമ്പലായി. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ അപേക്ഷിക്കുന്നവൻ്റെ ഉറവ എന്നർത്ഥം വരുന്ന ഏതു വാക്കാണ് സൂചിപ്പിച്ചിരിക്കുന്നത്? എൻ ഹക്കോർ. കാരാഗൃഹത്തിൽ നിന്ന് ജനങ്ങളുടെ മുമ്പിൽ അഭ്യാസം കാണിക്കുന്നതിനായി കൊണ്ടുവന്ന സാംസൺ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചതെങ്ങനെ? ദൈവമായ കർത്താവെ, എന്നെ ഓർക്കണമേ, ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു, എന്നെ ശക്തനാക്കണമേ. ഞാൻ നിന്നോട് ഇപ്രാവശ്യം കൂടെ യാചിക്കുന്നു, എൻ്റെ കണ്ണുകളിലൊന്നിന് ഫിലിസ്തീയരോട് പ്രതികാരം ചെയ്യാൻ എന്നെ ശക്തിപ്പെടുത്തണമേ. യൂദായിലെ ബെത്ലഹേംകാരനായ ലേവ്യനോട് തനിക്ക് ഒരു പിതാവും പുരോഹിതനുമായിരിക്കുക. വർഷം തോറും അവന് എന്തു നൽകിക്കൊള്ളാമെന്നാണ് മിക്ക വാഗ്ദാനം ചെയ്തത്. ഞാൻ നിനക്ക് വർഷം തോറും 10 വെള്ളി നാണയവും വസ്ത്രവും ഭക്ഷണവും നൽകിക്കൊള്ളാം. ദാൻകാർ ദേവന്മാരെ കൈവശമാക്കി തൻ്റെ പുരോഹിതനെയും കൊണ്ടുപോകുമ്പോൾ അയൽവാസികളെ ഒന്നിച്ചുകൂട്ടി പിന്തുടർന്നു ചെന്നെങ്കിലും എന്തു മനസ്സിലായപ്പോഴാണ് മിക്ക വീട്ടിലേക്ക് മടങ്ങിയത്? തനിക്ക് ചെറുക്കാനാവാത്ത വിധം ശക്തരാണവർ എന്നു കണ്ട്. യൂദായിലെ ബെത്ലഹേമിൽ നിന്ന് എഫ്രായിം മലനാട്ടിലെ ഉൾപ്രദേശത്തേക്ക് പോവുകയായിരുന്ന ലേവ്യനും ഉപനാരിക്കും കൂടെയുള്ളവർക്കും ഗിബയായിൽ രാത്രി താമസിക്കാനായി സ്ഥലമൊരുക്കിയ വൃദ്ധൻ ഏതു ദേശക്കാരനായിരുന്നു? എഫ്രായിം മലനാട്ടുകാരനും ഗിബയായിൽ വന്ന് താമസിക്കുന്നവനുമായിരുന്നു. ഇസ്രായേൽ ഗോത്രങ്ങൾ ബെഞ്ചമിൻ ഗോത്രത്തിൽ എങ്ങും ദൂതന്മാരെ അയച്ച്, എത്ര ഘോരമായ തിന്മയാണ് നിങ്ങളുടെ ഇടയിൽ സംഭവിച്ചിരിക്കുന്നത്, അതുകൊണ്ട് ഞങ്ങൾ എന്തു ചെയ്യട്ടെ എന്നാണ് പറഞ്ഞത്. ഗിബയായിലുള്ള ആ നീചന്മാരെ ഞങ്ങൾക്ക് വിട്ടുതരുവിൻ. ഇസ്രായേലിൽ നിന്ന് തിന്മ നീക്കം ചെയ്യേണ്ടതിന് ഞങ്ങളവരെ കൊന്നുകളയട്ടെ. ബെഞ്ചമിൻ ഗോത്രക്കാർക്കെതിരെ ഇസ്രായേൽ ജനം 2ാം ദിനവും യുദ്ധം ചെയ്തെങ്കിലും ഗഡ്ഗധാരികളായ 18,000 ഇസ്രായേൽക്കാരെ വധിച്ചപ്പോൾ ഇസ്രായേൽ ജനം മുഴുവനും യോദ്ധാക്കളെല്ലാം ചേർന്ന് ബേഥേലിൽ വന്ന് കരഞ്ഞ് അവർ സായാഹ്നം വരെ എന്തെല്ലാം ചെയ്തു? കർത്താവിൻ്റെ മുമ്പിൽ ഉപവസിക്കുകയും ദഹനബലികളും സമാധാന ബലികളും അർപ്പിക്കുകയും ചെയ്തു. ഇസ്രായേൽക്കാർ മിസ്പായിൽ ഒന്നിച്ചുകൂടി ചെയ്ത ശപഥം എന്തായിരുന്നു? നമ്മിലാരും നമ്മുടെ പെൺകുട്ടികളെ ബെഞ്ചമിൻ ഗോത്രക്കാർക്ക് വിവാഹം ചെയ്തു കൊടുക്കുകയില്ല എന്ന്. ഇസ്രായേൽ ബെഞ്ചമിൻ ഗോത്രക്കാർക്ക് ഭാര്യമാരായി നൽകാനായി യാബേഷ് ഗിലെയാദിൽ നിന്ന് സ്ത്രീകളെ കൊണ്ടുവന്ന് ഗോത്രക്കാരുടെ അടുക്കൽ ആളയച്ച് എന്താണ് നടത്തിയത്? സമാധാന പ്രഖ്യാപനം. മ്ലേച്ഛ സന്തതികളായ പാപികളുടെ സന്താനങ്ങൾ എവിടെയാണ് സമ്മേളിക്കുന്നത്? ദൈവഭയമില്ലാത്തവരുടെ സങ്കേതങ്ങളിൽ. കർത്താവിൻ്റെ വിശുദ്ധർക്ക് പോലും അവർണ്ണനീയമാണെന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? കർത്താവിൻ്റെ വിസ്മയനീയമായ പ്രവൃത്തികൾ. എന്തെല്ലാം കൊണ്ടാണ് കർത്താവ് ഭൂമിയെ ശാസിക്കുന്നത്? മേഘഗർജനം, വടക്കൻ കാറ്റ്, ചുഴലിക്കാറ്റ്. കർത്താവ് ആദ്യം മുതൽ തന്നെ തൻ്റെ പ്രതാപവും മഹത്വവും ആർക്കാണ് ഓഹരിയായി നൽകിയത്? മഹത്തുക്കൾക്കും പൂർവ്വപിതാക്കന്മാർക്കും. എന്തെല്ലാം കൊണ്ടാണ്
കർത്താവ് മോശയെ വിശുദ്ധീകരിച്ചത് വിശ്വസ്തതയും സൗമ്യതയും കൊണ്ട്. കർത്താവ് അഹറോന് തൻ്റെ കൽപ്പനകളും നിയമങ്ങളും വിധി പ്രസ്താവിക്കാനുള്ള അധികാരവും കൊടുത്തത് എന്തിനാണ്? തൻ്റെ പ്രമാണങ്ങൾ യാക്കോബിനെ പഠിപ്പിക്കുന്നതിനും തൻ്റെ നിയമങ്ങളാൽ ഇസ്രായേലിന് മാർഗനിർദ്ദേശം നൽകുന്നതിനും. കർത്താവ് ദാവീദിന് ഉടമ്പടി വഴി നൽകിയതെന്തെല്ലാം? രാജത്വവും ഇസ്രായേലിൽ മഹത്വത്തിൻ്റെ സിംഹാസനവും. എന്തിനെല്ലാം വേണ്ടി ഏലിയ പ്രവാചകൻ നിശ്ചിത സമയത്ത് തിരിച്ചു വരുമെന്നാണ് എഴുതപ്പെട്ടിട്ടുള്ളത്? ദൈവത്തിൻ്റെ കോപം ആളിക്കത്തുന്നതിനു മുൻപ് അതിനെ തണുപ്പിക്കുന്നതിനും പിതാവിൻ്റെ ഹൃദയത്തെ പുത്രനിലേക്ക് തിരിക്കുന്നതിനും അങ്ങനെ യാക്കോബിൻ്റെ ഗോത്രങ്ങളെ പുനഃസ്ഥാപിക്കുന്നതിനും വേണ്ടി. ഉന്നതനും വിശ്വാസ്യമായ ദർശനത്തോടു കൂടിയവനുമായ പ്രവാചകൻ ആര്? യേശയ്യ പ്രവാചകൻ. പ്രധാന പുരോഹിതനായിരുന്ന ശിമയോൻ്റെ പിതാവ് ഓനിയാസ്. ലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായം 2-ാം വാക്യം ഉദ്ധരിക്കുക. ഈ ചെറിയവരിൽ ഒരുവന് ദുഷ്പ്രേരണ നൽകുന്നതിനേക്കാൾ നല്ലത് കഴുത്തിൽ തിരികല്ലുകെട്ടി കടലിൽ എറിയപ്പെടുന്നതാണ്. ജെറുസലേമിലേക്കുള്ള യാത്രയിൽ ഏതെല്ലാം ദേശങ്ങൾക്കും മധ്യേ കടന്നു പോകുമ്പോഴാണ് ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ച യേശുവിനെ 10 കുഷ്ഠരോഗികൾ കണ്ടത്? സമരിയായ്ക്കും ഗലീലിക്കും മധ്യേ കടന്നു പോകുമ്പോൾ. തൻ്റെ ജീവൻ നിലനിർത്താൻ പരിശ്രമിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും, എന്നാൽ തൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് നിലനിർത്തും. അധ്യായം വാക്യം ഏത്? ലൂക്ക 17-ാം അധ്യായം 33. യേശു കൈകൾ വെച്ച് അനുഗ്രഹിക്കേണ്ടതിന് ശിശുക്കളെ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നത് കണ്ട ശിഷ്യന്മാർ ശകാരിച്ചപ്പോൾ യേശു അവരോട് പറഞ്ഞതെന്ത്? ശിശുക്കളെ എൻ്റെ അടുത്ത് വരാൻ അനുവദിക്കുവിൻ, അവരെ തടയരുത്, എന്തെന്നാൽ ദൈവരാജ്യം അവരെ പോലെയുള്ളവരുടേതാണ്. ജെറീക്കോയെ സമീപിച്ചപ്പോൾ വഴിയരികിലിരുന്ന ഭിക്ഷ യാചിക്കുന്നുണ്ടായിരുന്ന കുരുടനോട് യേശു ചോദിച്ചതെന്ത്? ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? രാജപദവി സ്വീകരിച്ച് തിരിച്ചു വരാൻ വേണ്ടി ദൂരദേശത്തേക്ക് പോയ പ്രഭു ഭൃത്യന്മാരിൽ 10 പേരെ വിളിച്ച് 10 നാണയങ്ങൾ അവരെ ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞതെന്ത്? ഞാൻ തിരിച്ചു വരുന്നതുവരെ നിങ്ങൾ ഇതുകൊണ്ട് വ്യാപാരം ചെയ്യുവിൻ. യേശു ജെറുസലേമിലേക്കുള്ള രാജകീയ പ്രവേശനത്തിനായി പട്ടണത്തോടടുത്ത ഒലിവുമലയുടെ ചരിവിന് സമീപത്തെത്തിയപ്പോൾ എന്തു പറഞ്ഞാണ് ശിഷ്യഗണം ആർത്തു വിളിച്ചത്? കർത്താവിൻ്റെ നാമത്തിൽ വരുന്ന രാജാവ് അനുഗ്രഹീതൻ, സ്വർഗത്തിൽ സമാധാനം, അത്യുന്നതങ്ങളിൽ മഹത്വം. യോഹന്നാൻ്റെ ജ്ഞാനസ്നാനം മനുഷ്യരിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ജനങ്ങളെല്ലാം നമ്മെ കല്ലെറിയും എന്ന് പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ജനപ്രമാണികളും വിശ്വസിക്കാൻ കാരണം യോഹന്നാൻ ഒരു പ്രവാചകനാണെന്ന് ജനങ്ങൾ വിശ്വസിച്ചിരുന്നു. ആരാണ് പുനരുദ്ധാനത്തിൻ്റെ മക്കൾ എന്ന നിലയിൽ ദൈവദൂതന്മാർക്ക് തുല്യരും ദൈവമക്കളുമാണ് എന്ന് പുനരുദ്ധാനം നിഷേധിക്കുന്ന സദുക്കായരോട് യേശു പറഞ്ഞിരിക്കുന്നത്? വരാനിരിക്കുന്ന യുഗത്തെ പ്രാപിക്കുന്നതിനും മരിച്ചവരിൽ നിന്ന് ഉയിർക്കുന്നതിനും യോഗ്യരായവർ. നിയമജ്ഞരെ സൂക്ഷിച്ചുകൊള്ളുക, അവർ എന്തിനെല്ലാം ആഗ്രഹിക്കുന്നു എന്നാണ് യേശു ശിഷ്യരോട് പറഞ്ഞത്. നീണ്ട മേലങ്കികൾ ധരിച്ചു നടക്കാനും പൊതുസ്ഥലങ്ങളിൽ അഭിവാദനങ്ങളും സിനഗോഗുകളിൽ പ്രമുഖ സ്ഥാനങ്ങളും വിരുന്നുകളിൽ അഗ്രാസനങ്ങളും ലഭിക്കാൻ. മനുഷ്യപുത്രൻ്റെ ആഗമനത്തിൻ്റെ മുന്നോടിയായി എവിടെയെല്ലാം അടയാളങ്ങൾ പ്രത്യക്ഷപ്പെടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും. അപ്പസ്തോലന്മാരോടൊപ്പം പെസഹ ഭക്ഷണത്തിനിരുന്നപ്പോൾ യേശു ആദ്യം പറഞ്ഞതെന്ത്? പീഡ അനുഭവിക്കുന്നതിനു മുൻപ് നിങ്ങളോടുകൂടെ ഈ പെസഹ ഭക്ഷിക്കാൻ ഞാൻ അത്യധികം ആഗ്രഹിച്ചു. യേശു ക്രിസ്തു ശിമയോൻ പത്രോസിനോട് ഞാൻ നിന്റെ എന്തിനു വേണ്ടി നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്നാണ് പറഞ്ഞത്. നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കവർച്ചക്കാരനെതിരെ എന്ന പോലെ വാളും വടിയുമായി നിങ്ങൾ വന്നിരിക്കുന്നുവോ എന്ന് യേശു തനിക്കെതിരായി വന്ന ആരോടാണ് പറഞ്ഞത്? പുരോഹിത പ്രമുഖന്മാരോടും ദേവാലയ സേനാധിപന്മാരോടും ജനപ്രമാണികളോടും. യേശുവിനെ പരിഹസിക്കുകയും അടിക്കുകയും അവർ അവൻ്റെ കണ്ണുകൾ മൂടിക്കൊണ്ട് നിന്നെ അടിച്ചവൻ ആരെന്ന് പ്രവചിക്കുക എന്ന് പറയുകയും ചെയ്തതാര്? യേശുവിന് കാവൽ നിന്നിരുന്നവർ.
ലൂക്കാസ് വിശേഷമനുസരിച്ച് യേശുവിനെ കുരിശിൽ തറയ്ക്കാനായി കൊണ്ടുപോകുമ്പോൾ യേശുവിൻ്റെ പിന്നാലെ പോയിരുന്നത് ആരല്ല, ഒരു വലിയ ജനക്കൂട്ടവും കരയുകയും മുറവിളി കൂട്ടുകയും ചെയ്തിരുന്ന സ്ത്രീകളുടെ സമൂഹവും. എന്തു പറഞ്ഞുകൊണ്ടാണ് യേശു ജീവൻ വെടിഞ്ഞത്? പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. ആലോചനാ സംഘത്തിലെ അംഗമായ അവൻ നല്ലവനും നീതിമാനുമായിരുന്നു. അവൻ അവരുടെ ആലോചനകളിലോ പ്രവൃത്തികളിലോ പങ്കുചേർന്നിരുന്നില്ല. ദൈവരാജ്യം പ്രതീക്ഷിച്ചിരിക്കുകയുമായിരുന്നു. ആര്? പീലാത്തോസിൻ്റെ അടുത്തെത്തി യേശുവിൻ്റെ ശരീരം ചോദിച്ച അരിമത്തിയായിൽ നിന്നുള്ള ജോസഫ്. 24 അധ്യായം 36 യേശു ശിഷ്യഗണത്തിന് പ്രത്യക്ഷനായി അവരോട് അരുളി ചെയ്ത ഏതു കാര്യമാണ് ചില കയ്യെഴുത്തു പ്രതികളിൽ ഇല്ലാത്തത്? നിങ്ങൾക്ക് സമാധാനം. ദൈവത്തിൻ്റെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമുക്ക് എന്തെല്ലാമാണ് കൈവന്നിരിക്കുന്നത്? ക്രിസ്തുവിൽ പാപമോചനവും അവൻ്റെ രക്തം വഴി രക്ഷയും. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വത്തിൻ്റെ പിതാവുമായവൻ എന്തെല്ലാം നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ. എന്തെല്ലാം എല്ലാവർക്കും വ്യക്തമാക്കി കൊടുക്കാനുമുതകുന്ന വരം വിശുദ്ധരിൽ ഏറ്റവും നിസ്സാരനായി എനിക്ക് നൽകപ്പെട്ടു എന്നാണ് പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്നത്. വിജാതീയരോട് ക്രിസ്തുവിൻ്റെ ദുർഗ്രഹമായ സമ്പന്നതയെക്കുറിച്ച് പ്രസംഗിക്കാനും സകലത്തിൻ്റെ സൃഷ്ടാവായ ദൈവത്തിൽ യുഗങ്ങളോളം നിഗൂഢമായി സ്ഥിതി ചെയ്തിരുന്ന രഹസ്യത്തിൻ്റെ പ്രവർത്തനം എല്ലാവർക്കും വ്യക്തമാക്കി കൊടുക്കാനും ഉതകുന്ന വരം. നിങ്ങൾ എപ്രകാരം സ്നേഹപൂർവ്വം അന്യോന്യം സഹിഷ്ണുതയോടെ വർത്തിക്കുവിനെന്നാണ് പൗലോസ്ലീഹ എഫേസോസുകാരോട് പറഞ്ഞിരിക്കുന്നത്. പൂർണ്ണമായ വിനയത്തോടും ശാന്തതയോടും ദീർഘക്ഷമയോടും കൂടെ. എന്തെല്ലാമാണ് എല്ലാ തിന്മകളോടും കൂടെ നിങ്ങൾ ഉപേക്ഷിക്കുവിനെന്ന് പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്നത്? സകല വിദ്വേഷവും ക്ഷോഭവും ക്രോധവും അട്ടഹാസവും ദൂഷണവും. ഭർത്താവ് ഭാര്യയെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നത് എന്തുപോലെയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ക്രിസ്തു സഭയെ എന്ന പോലെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും എന്തെല്ലാം ആശംസിച്ചുകൊണ്ടാണ് പൗലോസ്ലീഹായുടെ എഫേസോസുകാർക്കുള്ള ലേഖനം അവസാനിക്കുന്നത്? കൃപയും നിത്യജീവനും. താങ്ക് യു.